ദൈവത്തിൽ ആറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ഗൂഗിൾ മീറ്റിലും ഫേസ്ബുക്ക് ലൈവിലുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ യൂട്യൂബിൽ ഈ ക്ലാസ്സുകൾ കാണുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എഫേസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനത്തിൽ ദൈവം നമുക്ക് നൽകിയ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് എഫേസ് ലേഖനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നും ദൈവം നമ്മെ മുൻനിയമിച്ചു എന്നുമുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ദൈവം നമുക്കിടയായിത്തീർന്നു. തുടർന്ന് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ വെച്ചാൽ ഇന്നുകൊണ്ട് നമ്മൾ ആ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം കൺക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. നമ്മൾ വായിച്ച ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇവിടെ എന്തിൽ നിന്നാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. നമ്മെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് കൊടുത്ത വില എന്താണ്? അവൻ തൻ്റെ സ്വന്തം രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രധാനമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് വീണ്ടെടുക്കുക എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വീണ്ടെടുക്കുക അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ എങ്ങനെയായിരുന്നു? ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാകുന്നത് വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ അവസാനം വരുമ്പം ഒന്നുകൂടെ വിശദീകരിച്ച് നമ്മൾ ആ ഭാഗം ചിന്തിക്കും എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഈ വീണ്ടെടുപ്പ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചിന്തിക്കുമ്പോൾ 2 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, അത് രണ്ടും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഒന്ന്, ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2, അവൻ നമ്മെ വില കൊടുത്തു വാങ്ങിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ദൈവം നമ്മെ റിഡീം ചെയ്തു, അവൻ നമ്മെ വീണ്ടെടുത്തു എന്നും വായിക്കുന്നുണ്ട്. ഹി ഹാസ് പർച്ചേസ്ഡ് us വിത്ത് എ പ്രൈസ്, അവൻ ഒരു വില കൊടുത്ത് നമ്മെ വാങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ 2 പദങ്ങളാണ് ബൈബിളിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, വീണ്ടെടുത്തു, റിഡീം ചെയ്തു. 2, പർച്ചേസ് ചെയ്തു, പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ്, ഒരു വില കൊടുത്ത് വാങ്ങിച്ചു. ഇതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ. എന്താണ് ഈ 2 വാക്കുകളുടെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കും. അപ്പം റിഡീം ചെയ്യുക, പർച്ചേസ് ചെയ്യുക, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒന്നാമത് നമ്മൾ പറഞ്ഞു, ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, റിഡീം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ദൈവം നമ്മെ സ്വതന്ത്രരാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മെ പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ്, അവൻ നമ്മെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ
അവിടെ ആ സ്വാതന്ത്ര്യം വരുന്നില്ല. ഇതാണ് ഇത് തമ്മിലുള്ള ആ യഥാർത്ഥ അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്താണ്, നമ്മളിങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു കടയിൽ ഒരു കൂട്ടിലിങ്ങനെ ഒരു കിളിയെ അടച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുക. അപ്പോൾ ആ കൂട്ടിലെ കിളിയെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ആ കിളിക്ക് സ്വാതന്ത്ര്യമില്ല. ആ കിളി ആ കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ കിളിക്ക് ഒരു ഉടമസ്ഥനുണ്ട്. ആ കടക്കാരനാണ് ആ കിളിയുടെ ഉടമസ്ഥൻ. കാരണം ആ കിളി ആരുടെയെന്ന് ചോദിച്ചാൽ അയാൾ പറയും എൻ്റെ കിളിയാണ്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ നിങ്ങളങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഈ കിളിയെ കണ്ടു. കിളിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ ആ കടക്കാരനോട് ചോദിക്കുകയാണ്, ഞാൻ ഇതിനെന്ത് വില തരണം എന്ന് ചോദിച്ചപ്പോൾ കടക്കാരനൊരു വില പറഞ്ഞു. ഉടനെ നിങ്ങൾ ആ വില കൊടുത്ത് ആ കിളിയെ നിങ്ങൾ വാങ്ങിക്കുക. ആ കിളിയും കൂടും കൂടെ നിങ്ങൾ വാങ്ങിച്ചു. കിളിയും കൂടും കൂടെ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ആ കൂട്ടിനകത്ത് തന്നെ കിളിയെ വച്ചിട്ട് നിങ്ങൾ ആ കിളിയേയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ കിളിക്ക് എന്താ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ കിളിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പും കിളി കൂട്ടിനകത്ത് തന്നെയായിരുന്നു. വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞപ്പോഴും കിളി എവിടെ തന്നെയാണ്? കൂട്ടിനകത്ത് തന്നെയാണ്. കിളിക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? ഇല്ല. ആകെ കിളിക്ക് വന്ന മാറ്റം കിളിയുടെ ഉടമസ്ഥൻ മാറി. നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത് വരെ കിളിയുടെ ഉടമസ്ഥൻ ആരായിരുന്നു? കടക്കാരനായിരുന്നു. ഇപ്പം നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ കിളിയുടെ ഉടമസ്ഥൻ ആരായി? നിങ്ങളായിട്ട് മാറി. ഇത്രയും വ്യത്യാസമേ വന്നുള്ളൂ. അല്ലാതെ കിളിയുടെ ആ പൊസിഷന് മാറ്റമൊന്നും വന്നില്ല. നേരത്തെയും കിളി കൂട്ടിനകത്തായിരുന്നു, കിളിക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇപ്പോഴും കിളി കൂട്ടിനകത്ത് തന്നെയാണ്, കിളിക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇതാണ് പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നത് ഇതാണ്. അപ്പം മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ബൈബിൾ എഴുതപ്പെടുന്ന സമയത്തൊക്കെ സ്ലേവറി, അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം അടിമകളെ അന്ന് വിൽക്കാനായിട്ട് അടിമച്ചന്തകളിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ അടിമകളെ കൈമാറ്റം ചെയ്തിരുന്ന ഒരു കാലമാണ്. അപ്പം ഒരു വ്യക്തി അടിമച്ചന്തയിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരു അടിമയുണ്ട്, ആ അടിമയ്ക്ക് ഒരു ഉടമയുണ്ട്, ഒരു ഓണറുണ്ട്. അപ്പം ഈ അടിമയെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആ ഉടമസ്ഥൻ ചോദിക്കുന്ന വില കൊടുത്തിട്ട് ഈ അടിമയെ വാങ്ങുകയാണ്. അപ്പം അടിമ അപ്പോഴും അടിമ തന്നെയാണ്. ആകെ വ്യത്യാസം വന്നത് അടിമയുടെ ഉടമസ്ഥൻ മാറി എന്നേ ഉള്ളൂ. അടിമ തന്നെയാണ്, അടിമയുടെ ഉടമസ്ഥൻ മാറി എന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ്, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങി എന്ന് വേദപുസ്തകം പറയുമ്പോൾ അവിടുത്തെ അർത്ഥം ഇതാണ്. എന്നാൽ എന്താണ് റിഡംഷൻ, എന്താണ് വീണ്ടെടുപ്പ് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ കിളിയുടെ അടുത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു ചെല്ലാം. നിങ്ങൾ ആ കിളിയെ വാങ്ങിച്ചു, ആ കിളിയെ കൂട്ടിനകത്ത് തന്നെ വച്ചേക്കാണ്, ആ കിളിയെയും കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നു. അപ്പം നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, കിളിയുടെ അവസ്ഥയ്ക്ക്, സ്റ്റാറ്റസിന് മാറ്റം വന്നിട്ടില്ല. നേരത്തെയും കിളി കൂട്ടിൽ സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്, ഇപ്പോഴും സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്. ആകെ ഉടമസ്ഥൻ മാറിയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ കൂട് തുറന്ന് ആ കിളിയെ പുറത്തേക്ക് വിടുക. കൂട് തുറന്ന് എന്ത് ചെയ്യുക? കിളിയെ പുറത്തേക്ക് വിടുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം കിളി കൂട്ടിനകത്താണോ? അല്ല. എന്തു പറ്റി? കിളി പുറത്ത്. കിളിക്ക് സ്വാതന്ത്ര്യം കിട്ടി. കിളിക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. ദാറ്റ് ഈസ് റിഡംഷൻ. അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ അടിമ, നിങ്ങൾ ആ അടിമയെ വാങ്ങുന്നു. വാങ്ങിയിട്ട് നിങ്ങൾ അവനോട് പറയുക, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കുന്നു, നിനക്ക് സ്വതന്ത്രമായിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം ബൈബിൾ പഠിപ്പിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, വി ആർ പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വി ഹാവ് റിഡീംഡ് ബൈ ഗോഡ്. ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നു എന്നും ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നും പറയുന്നതിൻ്റെ അർത്ഥതലം ഇതാണ്. അപ്പോൾ വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ എൻ്റെ ഉടമസ്ഥാവകാശം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെയും എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഇപ്പോഴും എനിക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്
എനിക്ക് എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്നെ സ്വതന്ത്രനാക്കി എന്നുള്ളതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ആക്ച്വലി എന്താ ചെയ്തത്? ദൈവം ഇത് രണ്ടും ചെയ്തെന്നുള്ളതാണ്. ദൈവം ഇത് രണ്ടും ചെയ്തു. എന്താ? ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. വില കൊടുത്ത് വാങ്ങിയിട്ട് ദൈവം എന്ത് ചെയ്തു? നമ്മെ സ്വതന്ത്രരാക്കി. അപ്പം നമ്മൾ ആരായിരുന്നു? നമ്മൾ അടിമകളായിരുന്നു. വി വെർ സ്ലേവ്സ്. നമ്മൾ അടിമകളായിരുന്നു. ആരുടെ? പാപത്തിൻ്റെ, പിശാചിൻ്റെ, ന്യായപ്രമാണത്തിൻ്റെ, പാപത്തിൻ്റെ ശിക്ഷയുടെ ഒക്കെ അടിമത്വത്തിൽ, ദാസ്യത്വത്തിലായിരുന്നു ഞാനും നിങ്ങളും ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവം എന്ത് ചെയ്തു? നമ്മെ വില കൊടുത്ത് വാങ്ങിച്ചു. അവൻ നമ്മെ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തപ്പോൾ എന്താ പറ്റിയത്? ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു. നമ്മുടെ ഉടമസ്ഥാവകാശം മാറി. എന്നിട്ട് ദൈവം അവിടെ നിർത്തിയില്ല. ദൈവം നമ്മളെ റിഡീം ചെയ്തു എന്ന് വെച്ചാൽ അവൻ നമ്മളെ സ്വതന്ത്രരാക്കി. ഇപ്പം നമ്മൾ ആരാണ്? സ്വതന്ത്രരാണ്. ആരുടെയും ദാസന്മാർ അല്ല നമ്മളിപ്പോൾ ആരാണ്? സ്വതന്ത്രരാണ്. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന്. അപ്പം പുത്രൻ എന്താ ചെയ്തത്? പുത്രൻ നമ്മെ വില കൊടുത്തു വാങ്ങിച്ചു. എന്നിട്ട് അവൻ നമ്മളെ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. പുത്രൻ നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ നമ്മളെ സ്വതന്ത്രനാക്കി. അപ്പം പുത്രൻ നമ്മെ സ്വതന്ത്രരാക്കിയാലാണ് നമ്മൾ ആരാകുന്നത്? സാക്ഷാൽ സ്വതന്ത്രരാകുന്നത്. അതാണ് റിഡംഷൻ, അതാണ് വീണ്ടെടുപ്പ്. നോക്കൂ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നോക്കിക്കേ, ക്രിസ്തു നമ്മെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അവൻ നമ്മെ വീണ്ടും അടിമനുഖത്തിന് കീഴിൽ നിർത്തുകയല്ല ചെയ്തത്, അവൻ നമ്മെ സ്വതന്ത്രരാക്കി. ഞാൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവം നമ്മെ എവിടെ നിന്നാണ് വീണ്ടെടുത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചപ്പോൾ അവൻ നമ്മെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ന്യായപ്രമാണത്തിൽ നിന്ന് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവൻ നമ്മളെ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. ഇന്ന് നമ്മൾ ഏതെങ്കിലും നിയമവ്യവസ്ഥകൾക്കടിയിൽ അടിമത്വത്തിലല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ കഴിയുന്നവരെ ഞാൻ പറയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്, ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കർത്താവ് ചെയ്തത്, അവൻ നമ്മെ വില കൊടുത്ത് വാങ്ങിയപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഉടമസ്ഥാവകാശം മാറിയിട്ട് അവിടെ കൊണ്ട് കർത്താവ് നിർത്തിയില്ല. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി, ഫ്രീ ആക്കി. ഇപ്പം നമ്മൾ ആരാ? ഇപ്പം കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സ്വതന്ത്രരാണ്. നമ്മളാരാണ്? സ്വതന്ത്രരാണ്. ഞാൻ ഈ കാര്യം കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുക. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. ഈ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് 14-ാം അധ്യായത്തിൽ ഫറവോനും സൈന്യവും അവരെ പിന്നെയും പിടിക്കാനായിട്ട് വന്നപ്പോൾ ആ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ പ്രവർത്തിച്ചു. അവരെ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ച് അതിൻ്റെ നടുവിൽ കൂടെ അവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഫറവോനെയും സൈന്യത്തെയും ആ ചെങ്കടലിൽ മുക്കിക്കൊന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 15-ാം അധ്യായത്തിൽ വരുമ്പം അക്കരെ കയറിയ ഇസ്രായേൽ മക്കള് അവര്
ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നത് മിര്യാമിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, അപ്പോൾ ആ അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. ഏത്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക്. ആ 15-ാം അധ്യായത്തിൽ ഞാൻ ഈ പറഞ്ഞ 2 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? വീണ്ടെടുക്കുക, റിഡീം എന്നുള്ള വാക്കും പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ്, വില കൊടുത്ത് വാങ്ങി എന്നുള്ള വാക്കും രണ്ടും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ഏത്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. അപ്പം ഇവിടെ ഇസ്രായേൽ മക്കൾ പറയുകയാണ്, പാടുകയാണ്, ഞങ്ങൾ ആരാണ്? വി ആർ ദ റിഡീംഡ് പീപ്പിൾ. ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ആര്? ഞങ്ങൾ. അപ്പം നീയാണ് ഞങ്ങളെ എന്ത് ചെയ്തത്? വീണ്ടെടുത്തത്. നീ വീണ്ടെടുത്ത ജനത്തെ. അപ്പം അവിടെ ആ റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുക. എന്നാൽ അതേ ജനത്തെക്കുറിച്ച് തന്നെ അതിൻ്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ അവർ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു, നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ സമ്പാദിച്ച ജനം. ഇംഗ്ലീഷിൽ നിങ്ങൾ ആ വാക്കൊന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ദ പർച്ചേസ്ഡ് പീപ്പിൾ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവം വില കൊടുത്ത് വാങ്ങിയ ജനം, നീ സമ്പാദിച്ച ജനം, നീ വില കൊടുത്ത് വാങ്ങിയ ജനം. അപ്പം ഇസ്രായേൽ മക്കളെ കുറിച്ച് ഇവിടെ പറയുന്നത്, ദൈവം അവരെ എന്ത് ചെയ്തു? വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ തന്നെ ദൈവം അവരെ എന്ത് ചെയ്തതാണ്? വീണ്ടെടുത്തതാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. എന്താ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വില കൊടുത്ത് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. അപ്പം ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദേ ആർ റിഡീംഡ് പീപ്പിൾ. അവർ വീണ്ടെടുക്കപ്പെട്ട ജനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ജനം എന്നുള്ള നിലയ്ക്ക് അവർ ഫ്രീയാ, അവർ സ്വതന്ത്രരാ. അവർ സ്വതന്ത്ര. പക്ഷെ അപ്പം തന്നെ അവരറിയുന്ന, അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. വി ആർ പർച്ചേസ്ഡ് പീപ്പിൾ. ഞങ്ങൾ ദൈവം വില കൊടുത്ത് സമ്പാദിച്ച ഒരു ജനമാണ് എന്നവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ ദൈവപൈതലിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. അവനറിയാം, ദൈവം എന്നെ വില കൊടുത്ത് വാങ്ങിച്ചെന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. സോ ഐ ആം ഫ്രീ. ഞാൻ സ്വതന്ത്രനാണ്. പക്ഷെ അപ്പം തന്നെ അവൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, നീ സ്വതന്ത്രനാണെന്ന് പറയുമ്പോഴും നിനക്ക് വേണ്ടി വില കൊടുത്ത ഒരുത്തനുണ്ട്. അത് മറക്കരുത്. ഈ 2 പ്രശ്നങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ മറന്നു പോകും ചിലപ്പം. 2, ചിലപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണെന്നുള്ളത് മറന്നു പോകും. ഇതാ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂടെ ഞാൻ ഈ ഭാഗം ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ 2 കാര്യങ്ങൾക്കകത്ത് നമുക്ക് കൊണ്ടുവന്നിട്ട് കൺക്ലൂഡ് ചെയ്യാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. എന്താണ്? ഒന്നുകിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാന്നുള്ള കാര്യം മറന്നു പോകും, ഇല്ലെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാന്നുള്ള കാര്യം മറന്നു പോകും. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതായി പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള ഭാഗത്ത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? നമുക്കൊരിക്കലും ക്രിസ്തീയ ജീവിതം സന്തോഷകരമായിട്ട് നയിക്കാനായിട്ട് പറ്റില്ല. കാരണം സ്റ്റിൽ നമ്മുടെ മനസ്സിനകത്ത് എന്തോ ഒരു അടിമത്വ ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകും. എന്നുവെച്ചാൽ ദൈവം എന്നെ എപ്പോഴും കാണുന്നുണ്ട്, ദൈവം ദൈവം എന്നെ വില കൊടുത്ത് മേടിച്ചതാണ്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, ദൈവം പറയുന്നത് ഞാൻ അനുസരിച്ചേ പറ്റുള്ളൂ, എനിക്കിഷ്ടമില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ, അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരുമാതിരി കഷായം കുടിക്കുന്ന പോലെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. വി കനോട്ട് എൻജോയ് ദ ക്രിസ്ത്യൻ ലൈഫ്.
നമുക്ക് ക്രിസ്തീയ ജീവിതം ആസ്വദിക്കാനായിട്ട് പറ്റില്ല. എന്താ കാരണം? കാരണം നമ്മൾ വില കൊടുത്ത് മേടിക്കപ്പെട്ട എന്തോ അടിമകളായിട്ടുള്ള ആ പൊസിഷനിൽ തന്നെ നമ്മളിങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു അടിമയ്ക്ക് ഉടമസ്ഥനെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അവൻ അനുസരിക്കുന്നത് ഭയത്തിൽ നിന്നും ശിക്ഷയെ പേടിച്ചുമൊക്കെ അവൻ അനുസരിക്കുന്നത്. അതൊരിക്കലും അവൻ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളും പലപ്പോഴും ഇങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. രക്ഷിക്കപ്പെട്ടുപോയി എന്നും പറഞ്ഞാൽ എന്താണ്, ഇതിനകത്തങ്ങ് പെട്ടുപോയി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ഇന്നത്തെ പല ചെറുപ്പക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്തങ്ങ് പെട്ടുപോയത് കൊണ്ടാണ്. അല്ലാതെ അവർക്കിനകത്ത് നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്തങ്ങ് പെട്ടുപോയി അങ്ങനെ നിൽക്കുന്നത്. എന്താ പ്രശ്നം അറിയാമോ? അവരുടെ ചിന്തയിൽ അവർക്ക് ആകപ്പാട് ദൈവം നിന്നെ വില കൊടുത്ത് മേടിച്ചു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതാ ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് രണ്ടാമത്തെ പ്രശ്നം. എന്താ പ്രശ്നം? വീണ്ടെടുപ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ദൈവം എന്നെ സ്വതന്ത്രനാക്കിയതാ, സോ ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് ആരോടും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ലൈസൻഷ്യസ് ലൈഫ്, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. അപ്പം ഒന്നാമത്തത് ഒരുതരം ഓവർ അടിമത്വത്തിൻ്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല അവർക്ക്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? ഞാൻ സ്വതന്ത്രനാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള വേറെ എക്സ്ട്രീം സൈഡ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം സൈഡും എന്ന് പറയുന്നത് ബിബ്ലിക്കൽ വേ അല്ല. കാരണം ബൈബിളിൽ ഇത് രണ്ടും കൂടെ വന്നേക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഞാൻ എടുത്തു വച്ച് കഴിയുമ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള എൻ്റെ ആ കൺസെപ്റ്റ് അതൊരു ഹോളിസ്റ്റിക് ആയിട്ട് മാറുന്നില്ലെന്നുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നമേത്. അപ്പം ബൈബിള് നമ്മളോട് പറയുന്നത്, നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നു, അപ്പം തന്നെ നിന്നെ വീണ്ടെടുക്കുകയും ചെയ്തു. എന്താണ്? അപ്പം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഫ്രീ ആണ് എന്ന് നമ്മൾ അറിയണം, സ്വതന്ത്രരാണ് എന്ന് നമ്മൾ അറിയണം. ആ സ്വാതന്ത്ര്യം നമ്മൾ അറിയണം. കാരണം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. അപ്പം തന്നെ നമ്മൾ അറിയണം, ഈ സ്വാതന്ത്ര്യത്തിന് നമുക്കൊരു കടപ്പാടുണ്ട്. ആരോട്? ദൈവത്തോട്. എന്തുകൊണ്ട്? കാരണം അവനാണ് വില കൊടുത്ത് നമ്മളെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തത്? സ്വതന്ത്രരാക്കിയത്. സോറി, ആ ഒരു കടപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പം ആ കടപ്പാടുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യവും ഈ കടപ്പാടും ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിക്കപ്പെട്ടത്. ഗോഡ് ഹാസ് റിഡീംഡ് യു. ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. യു ആർ ഫ്രീ. നിങ്ങൾ സ്വതന്ത്രരാണ്. അതിനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. അപ്പം ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്നുള്ള അറിവ് നമുക്ക് വേണം. അപ്പോൾ തന്നെ ഈ സ്വതന്ത്രനാക്കാനായിട്ട് ദൈവമാണ് എനിക്ക് വേണ്ടി വില കൊടുത്തത് എന്നുള്ള അറിവ് എന്നെ ചിലത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടും ആ സ്നേഹത്തിൽ അവരെ സേവിക്കാനായിട്ടും സെർവ് ചെയ്യാനായിട്ടും എന്നെ പ്രേരിപ്പിക്കും. ബൈബിള് പറയുന്നത് മറ്റുള്ളവനെ സ്നേഹിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു കൽപ്പനയില്ലെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിച്ചിരിക്കും. അതാ കർത്താവ് പഠിപ്പിച്ചത്. ന്യായപ്രമാണവും പ്രവാചകന്മാരുമെല്ലാം ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞത്. എല്ലാ കൽപ്പനകളും എടുത്ത് നോക്കിക്കോ, ഏത് കൽപ്പനയും എടുത്ത് നോക്കിക്കോ. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ കൽപ്പനകൾ ലംഘിക്കത്തില്ല, ഒരിക്കലും ചെയ്യില്ല.
കാരണം കൽപ്പന ലംഘിക്കുന്നത് ഞാൻ മറ്റൊരാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അയാളെ സ്നേഹിക്കുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അയാളെ ഉപദ്രവിക്കത്തില്ല. എന്തുകൊണ്ട് ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊരറിവുണ്ട്. ഞാൻ സ്വതന്ത്രനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി വില കൊടുത്ത ഒരാളുണ്ടാര്, ദൈവം യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഈ രണ്ട് കാഴ്ചപ്പാടുകളും കൃത്യമായിട്ട് സമന്വയിക്കപ്പെടുന്നിടത്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും മാധുര്യവും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു എന്നുള്ളതും അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി വില കൊടുത്തൊരു വ്യക്തിയുണ്ട് എന്നുള്ളതും, ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആസ്വാദ്യത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നാം സ്വതന്ത്രരാണ് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ തന്നെ നാം വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ് എന്നുള്ളതും മറക്കരുത്. നാം വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വേണ്ടി വില കൊടുത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഒരടിമ എന്നുള്ള നിലയിലല്ല, അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം അവൻ എനിക്ക് വേണ്ടി വില കൊടുത്തു എന്ന് ഞാൻ അറിയുന്നു. അവൻ വില കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അടിമത്തത്തിൽ തന്നെ ആയിരിക്കുമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ എനിക്കറിയാം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാരണം എനിക്ക് വേണ്ടി വില കൊടുത്ത യേശുവാണെന്ന് ഞാൻ അറിയുമ്പോൾ എനിക്കവനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പറയുന്നത് എനിക്ക് അനുസരിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. അത് കഷായം കുടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിർവാഹമില്ലാത്തത് കൊണ്ടല്ല, സന്തോഷത്തോടെ ഞാൻ മറ്റുള്ളവരെ സേവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമെന്നുള്ളതാണ്. ഇതാണ് പ്രിയമുള്ളവരെ ബൈബിളിലെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ഫ്രീ ആണ്, സ്വതന്ത്രരാണ്, പക്ഷേ നിങ്ങൾ പർച്ചേസ്ഡ് കൂടെയാണ്, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവർ കൂടെയാണ്. മറക്കരുത്. ഞാൻ ആ വാക്യത്തിലേക്ക് അവസാനം വരും, എന്നിട്ടായിരിക്കും ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം. ഇനി ഈ ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം, അതിൻ്റെ മറുപടി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് ആ ചോദ്യം? യേശു നമുക്ക് വേണ്ടി വില കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ ആർക്കാണ് യേശു വില കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം എന്ന് ഞാൻ പറഞ്ഞു മാറ്റിവെച്ചതാണ്. അപ്പം ചിലർ പറയുന്നത് യേശു ദൈവത്തിനാണ് വില കൊടുത്തത് എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് യേശു പിശാചിനാണ് വില കൊടുത്തതെന്നാണ് പറയുന്നത്. എന്താണ് ബിബ്ലിക്കൽ വ്യൂ ഈ കാര്യത്തെക്കുറിച്ച്? ഞാൻ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം, ഏതാ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യവും 16-ാം വാക്യവും വായിച്ചിരുന്നു. ആ വാക്യത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, ഇസ്രായേല്യരെ ദൈവം വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. ഈ രണ്ട് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇസ്രായേൽ മക്കൾ എവിടെയായിരുന്നു അടിമകളായിരുന്നത്? അവർ ഈജിപ്തിലായിരുന്നു, മിസ്രൈമിലായിരുന്നു അടിമകളായിരുന്നത്. ദൈവം അവരെ ആ അടിമത്വത്തിൽ നിന്ന്, സ്ലേവറിയിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. ഞാനൊരു കാര്യം പറയാം, ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സകല അടിമത്വങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നവനാണ് ദൈവം. മറക്കരുത്, ദൈവം ഒരിക്കലും നമ്മളെ അടിമകളാക്കുന്നവനല്ല. ദൈവം നമ്മളെ സകല അടിമത്വത്തിൽ നിന്നും വിടുവിക്കുന്നവനാണ്. അത് മതത്തിൻ്റെ അടിമത്വമായാലും ആചാരങ്ങളുടെ അടിമത്വമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളുടെ അടിമത്വമായാലും എല്ലാ അടിമത്വങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ് ദൈവം. ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ പേരിൽ
മതത്തിൻ്റെ അടിമകളായിട്ട് മാറുന്ന, ആചാരങ്ങളുടെ അടിമകളായിട്ട് മാറുന്ന ആ കുറേ ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരിക്കലും നമ്മളെ അടിമത്വത്തിലേക്കല്ല നയിക്കുക, അവൻ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുക. ഓക്കെ, അതോടെ കേട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇസ്രായേലിനെ ദൈവം ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് അവരെ വീണ്ടെടുത്തു, വില കൊടുത്തു വാങ്ങിച്ചു. 2 പ്രയോഗങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അവർ ഈജിപ്തിൻ്റെ അടിമത്വത്തിലായിരുന്നു, മിസ്രൈമിൻ്റെ അടിമത്വത്തിലായിരുന്നു. അപ്പം വീണ്ടെടുത്തു എന്നും വില കൊടുത്തു വാങ്ങിച്ചു എന്നും അവിടെ വായിക്കുമ്പോൾ ഞാൻ ഇതേ ചോദ്യം ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇസ്രായേലിയരോടുള്ള ബന്ധത്തിൽ ആ വീണ്ടെടുപ്പിൻ്റെ വില അല്ലെങ്കിൽ വാങ്ങാനായിട്ട് കൊടുത്തു വില എന്ന് പറയുന്നത് ദൈവം ആർക്കാ കൊടുത്തത്? ഇപ്പം ന്യായമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ ആർക്ക് കൊടുക്കണം? ഈജിപ്തുകാർക്ക് കൊടുക്കണം, മിസ്രൈമർക്ക് കൊടുക്കണം. എന്തേ കാരണം അവർ മിസ്രൈമിലെ അടിമകളായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കിളിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, അടിമയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. അവിടെയൊക്കെ നിങ്ങൾ വില കൊടുത്തത് ആർക്കാ? അതിൻ്റെ ഉടമസ്ഥനാണ് നിങ്ങൾ വില കൊടുത്തത്. അതുപോലെ ഇസ്രായേല്യർ അവർ ഈജിപ്തിൻ്റെ അടിമകളായിരുന്നെങ്കിൽ ആ ഒരു ലോജിക്കാണ് ബിബ്ലിക്കൽ ലോജിക്കെങ്കിൽ നമ്മൾ പറയണം ദൈവം ആർക്ക് വില കൊടുത്തു? ഈജിപ്തുകാർക്ക് അല്ലെങ്കിൽ മിസ്രൈമർക്ക് വില കൊടുത്തു എന്ന് പറയണം. പക്ഷേ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് വില ഒന്നും കൊടുത്തില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു വിലയും കൊടുത്തില്ല. അപ്പം പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? അപ്പം പിന്നെ വില കൊടുത്തു വാങ്ങി വീണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നമ്മളിന്ന് പലപ്പോഴും ഈ ബൈബിൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾക്കാർ ഈ വില കൊടുത്തു എന്നുള്ളത് നമ്മുടെ വ്യവഹാര ഭാഷയിലേക്ക് ഈ സാധനം കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷെ ബൈബിളിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേല്യരെ വീണ്ടെടുക്കുകയും വില കൊടുത്തു വാങ്ങുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈജിപ്തുകാർക്ക് അല്ലെങ്കിൽ മിസ്രൈമർക്ക് ദൈവം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ ആക്ച്വലി എന്താ വാക്കിൻ്റെ അർത്ഥം? വില കൊടുത്തിട്ടില്ല, പിന്നെ അങ്ങനെ വില കൊടുത്ത് വാങ്ങിയെന്ന് പറയാൻ പറ്റും? അപ്പോൾ ബിബ്ലിക്കൽ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ പർച്ചേസിങ് എന്ന് പറയുന്നത് വില കൊടുത്തു എന്നുള്ളത് അത് ഏതർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിനകത്തെ പ്രാധാന്യം. അവിടുത്തെ പ്രാധാന്യം. അപ്പം പഴയ നിയമത്തിൽ ഇസ്രായേല്യർക്ക് വേണ്ടി ദൈവം പ്രത്യേകിച്ച് ഒരു വിലയും കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നില്ല. കാരണം ഇസ്രായേല്യർ ഈജിപ്തുകാരുടെ അടിമത്വത്തിലായിരുന്നു. അവർ നിലവിളിച്ചു എന്ന് പറയുന്നുണ്ട്. അടിമത്വം കാരണം, അവിടുത്തെ പീഡനങ്ങൾ കാരണം അവർ നിലവിളിച്ചു എന്ന് കാണുന്നുണ്ട്. നിലവിളിച്ചപ്പോൾ ദൈവം മോസസിനെ വിളിച്ച് അവരെ സ്വതന്ത്രരാക്കാനായിട്ട് ദൈവം അയച്ചിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മോസസ് ചെന്ന് ഫറവോനോട് ഇവരെ വിട്ടയക്കണം, ഇവരെ സ്വതന്ത്രരാക്കണം എന്ന് പറയുമ്പോൾ ഫറവോൻ അവിടെ എന്ത് ചെയ്യുന്നില്ല? അവരെ വിട്ടയക്കുന്നില്ല. അപ്പം അവിടെ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നീ പോയി പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തില്ല? വിട്ടയച്ചില്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ I am going to interfere in that situation. ഞാൻ അതിനകത്ത് ഇടപെടാനായിട്ട് പോവാം. അപ്പോൾ ദൈവം എങ്ങനെ ഇടപെട്ടാൽ നമുക്കറിയാം. 10 ബാധകൾ അല്ലെങ്കിൽ 10 രീതിയിലുള്ള അവർക്ക് ഒരിക്കലും സഹിച്ചു നിൽക്കാനോ പരിഹരിക്കാനോ കഴിയാത്ത
പ്രശ്നങ്ങൾ അവരുടെ രാജ്യത്തേക്ക് അയച്ചു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ആദ്യത്തെ പ്രശ്നം വന്നപ്പോൾ ഫറവോൻ പറഞ്ഞു, ഞാൻ വിട്ടയക്കാം, ഇത് മാറാനായിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചപ്പം മാറി, ഇയാൾ വാക്ക് മാറ്റി. രണ്ടാമത്തെ പ്രശ്നം വന്നു. അവിടെയും ആദ്യം പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ഈ പ്രശ്നം മാറിയാൽ ഞാൻ വിട്ടയക്കാം. മോസസ് പ്രാർത്ഥിക്കുന്നു, പ്രശ്നം മാറുന്നു, വിട്ടയക്കുന്നില്ല. നോക്കൂ, ദൈവം വളരെ ശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട്, ഇസ്രായേലിനെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൈവം 10 വിഷയങ്ങൾ അവിടെ പ്രവർത്തിച്ചു. 10 വിഷയങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ട് അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പരാജയം സമ്മതിച്ച ഫറവോൻ, ഈജിപ്തുകാര് ഇസ്രായേലിനെ വിട്ടയക്കുക ചെയ്യുന്നത്. അവർ വില വാങ്ങിയിട്ടല്ല വിട്ടയച്ചത്, പരാജയം സമ്മതിച്ച വിട്ടയച്ചത്. മനസ്സിലാക്കണം. അപ്പം ബിബ്ലിക്കലി ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വില കൊടുത്തു വാങ്ങൽ എന്ന് ദൈവം ഉദ്ദേശിക്കുമ്പോൾ അത് ഒരാളെ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ടല്ല ചെയ്യുന്നത്, പരാജയപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. പരാജയപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വില കൊടുത്തു എന്ന് എങ്ങനെ പറയാനായിട്ട് പറ്റും? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പം എനിക്ക് 2 മക്കളാണ്. അപ്പം ഇവര് വളർത്താനായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയാറുണ്ട്, നമ്മൾ ഒത്തിരി വില കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമ്മളൊത്തിരി വില കൊടുക്കുന്നുണ്ട്. എന്താ വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ വി ആർ ഡൂയിങ് സംതിങ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി, അവരുടെ ശുഭകരമായ ഒരു ഭാവിക്ക് വേണ്ടി. വി ആർ ഇൻ ആക്ഷൻ. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മിസ്രയീമിൽ, ഈജിപ്തിൽ ദൈവം ചെയ്തത് അതാണ്. ഗോഡ് വാസ് ഇൻ ആക്ഷൻ. ദൈവം അവിടെ പ്രവർത്തിച്ച് ദൈവം അവിടെ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവന്നു, സ്വതന്ത്രരാക്കി. അപ്പം ദൈവം പറയുക, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തു, ഞാൻ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിച്ചെന്ന്. എന്ന് വെച്ചാൽ ഈജിപ്തുകാർക്ക് എന്തെങ്കിലും കൊടുത്തു വാങ്ങിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ്. അതേ കാര്യം തന്നെ അവിടെ സംഭവിക്കുന്നത്. എന്താണ്? നോക്കിക്കേ, നമ്മൾ വായിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ്? നമ്മുടെ വീണ്ടെടുപ്പ് വിലയായിട്ട്, അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുക്കാനായിട്ട്, നമ്മെ വിലയ്ക്ക് വാങ്ങാനായിട്ട് യേശു വില കൊടുത്തു. ആ വില അവൻ്റെ രക്തമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം എന്താണ്? ആ വില യേശു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ ക്രൂസിൽ സകലത്തെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കിക്കേ, കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച്
ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് 15-ാം വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാതന്ത്ര്യം നശിപ്പിച്ചിരുന്ന വാഴ്ചകളും അധികാരങ്ങളും, ദ പവേഴ്സ് ആൻഡ് റൂളേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? അവരെയൊക്കെ വില കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ടല്ല കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്. പിന്നെ ക്രൂസിൽ കർത്താവ് മരിച്ചപ്പം എന്താ സംഭവിച്ചത്? ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്താണ്? ഡിക്ലെയർ ദ വിക്ടറി. യേശു അവരുടെ മേൽ ജയം പ്രഖ്യാപിച്ചെന്ന്. എന്നിട്ട് അവരെ പരസ്യമായിട്ട് കാഴ്ചയാക്കി കളഞ്ഞു. ഒരു തമാശയാക്കി കളഞ്ഞു അവരെ. ദാറ്റ് മീൻസ് ദൈവം യേശു അവരെ പവർലെസ് ആക്കി കളഞ്ഞു. അങ്ങനെ നമ്മളെ വീണ്ടെടുത്തത്. അവിടെ ആർക്കാ വില കൊടുത്തത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി വില കൊടുക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. എന്ന് വെച്ചാൽ യേശു അവിടെ കുറേ കാര്യങ്ങൾ ചെയ്താ നമ്മളെ വിടുവിച്ചത്. നമ്മളല്ല ചെയ്തത്, യേശുവാ ചെയ്തത്. യേശു വില കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കരുത്, യേശു നമ്മൾ പിശാചിൻ്റെയും പാപത്തിൻ്റെയൊക്കെ അടിമകളായിരുന്നു, അപ്പം നമ്മളെ വീണ്ടെടുക്കാനായിട്ട് അവർക്ക് വില കൊടുത്തു. നോ, ഒരിക്കലുമല്ല. അങ്ങനെയല്ല അവിടെ സംഭവിച്ചതാണ്. യേശു പ്രവർത്തിച്ചു. ജീസസ് വാസ് ഇൻ ആക്ഷൻ. ത്രൂ ദാറ്റ് ഓപ്പറേഷൻ നമ്മളെ അടിമകളാക്കി വച്ചിരുന്ന സകല ശക്തികളും അവർ പരസ്യമായിട്ട് പരാജയം സമ്മതിച്ചു. നിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ലെന്ന് അവർ പറഞ്ഞു. 10 പ്രശ്നങ്ങൾ വന്നപ്പോൾ ഫറവോനും ഈജിപ്തുകാരും ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കിനി പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല, ഇന്ന് രാത്രി ഈ ജനം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോക്കോട്ടെ എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ക്രൂസിലെ മരണത്തിന് മുമ്പിൽ നിന്നപ്പോൾ നമ്മളെ അടിമകളാക്കി വച്ചിരുന്ന ആ ശക്തികൾക്കും അധികാരങ്ങൾക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി ഇവരുടെ മേൽ അധികാരം പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. സോ ഞങ്ങളിവിടെ സ്വതന്ത്രരാക്കുക. എങ്ങനെ? നീ ഞങ്ങളെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. ദാറ്റ് ഈസ് ദ റിഡംഷൻ, ദാറ്റ് ഈസ് ദ പർച്ചേസിങ്. അതാ സംഭവിച്ചത്. മറക്കരുത് പ്രിയമുള്ളവരെ. ദൈവം ഇത്രയും പ്രവർത്തിച്ചത് ബിക്കോസ് ഹി വാണ്ട്സ് us. നമ്മൾ ദൈവത്തിന് പ്രഷ്യസ് ആയതുകൊണ്ട്. അതാ വീണ്ടെടുപ്പ്. ഇനി 2 കാര്യം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എനിക്കറിയാം കുറച്ച് ലെങ്തി ആയിപ്പോയി. ഈ വിഷയം ഞാൻ ഇന്നൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം കുറച്ചൊന്ന് ലെങ്തി ആയാലും ഞാൻ ഇന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചതാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്കൊന്നുകൂടെ തിരിച്ചു വരാം. അവിടെ പറഞ്ഞത് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. അത് ദൈവം നമുക്ക് തന്നത് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായിട്ട് നൽകി. എന്നുവെച്ചാൽ നമ്മെ അതിക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് തൻ്റെ കൃപയുടെ ധനം വളരെ ചെലവഴിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ദൈവം നമുക്കിത് തന്നത് തൻ്റെ സകല ജ്ഞാനത്തോടും വിവേകത്തോടും തൻ്റെ പൂർണ്ണമായ സമ്പൂർണമായ അറിവിൽ നിന്നുകൊണ്ടാണ് ദൈവം ഇത് നമുക്ക് തന്നത് എന്നുള്ളതാണ്. എന്താ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അറിവിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തിൻ്റെ അറിവിൻ്റെ പ്രത്യേകത അവൻ ആരംഭത്തിൽ തന്നെ അവസാനവും കാണുന്നവനാണ്. അപ്പം ദൈവം നമുക്ക് അതിക്രമങ്ങളുടെ മോചനം തരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ദിവസങ്ങൾ കൂടെ കണ്ടിട്ട് തന്നെയാണ് തന്നത്. എന്ന് വെച്ചാൽ നമ്മളിനിയും പാപത്തിൽ വീഴും, തെറ്റുകൾ ചെയ്യുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മോട് ക്ഷമിച്ചത്, നമുക്ക് ക്ഷമ തന്നത്. നോക്കിക്കേ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പം ഒരാളുടെ എൻ്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനാണെന്ന് വെച്ചു, അവൻ്റെ അവനെ ഞാൻ അടിക്കാന്ന് വെച്ചു.
എന്നിട്ട് അടിയൊക്കെ കേട്ട് ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറയുക സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ക്ഷമിക്കുമായിരിക്കും എന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുക. എന്നാൽ ഞാൻ അവനെ അടിച്ചിട്ട് ഞാൻ അവനോട് പറയുകയാണ് സോറി ക്ഷമിക്കണം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ അടിക്കും എന്ന് പറഞ്ഞാലോ? അപ്പം ക്ഷമിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം ക്ഷമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആദ്യത്തെ പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അടിക്കും എന്നുള്ള അറിവ് അവനില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇനിയും അടിക്കും എന്നുള്ള അറിവ് അവന് കിട്ടിയെന്നുള്ളതാണ്. ആ അറിവിൽ നിന്നുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്പം കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവം ആ അറിവിൽ നിന്നാണ് നമ്മളോട് ക്ഷമിച്ചത്, നമ്മെ വീണ്ടെടുത്തത്. മറക്കരുത്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ക്ലാസ് കൂടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോകാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം വീണ്ടെടുത്തെന്നും നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങിയെന്നുമൊക്കെ അറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ ജീവിത രീതി. നമ്മുടെ ജീവിതത്തിലൂടെ ഒരിക്കലും ആ ദൈവത്തിന് ഒരു അപമാനമോ കളങ്കമോ ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം അവൻ നമ്മെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അവൻ പലതും ചെയ്ത് നമ്മെ വീണ്ടെടുത്തതാണ്. എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 3-ാമത്തെ ആത്മീക അനുഗ്രഹമാണ് ഈ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിയൽ ബ്ലെസ്സിങ്. ഇതൊരു യഥാർത്ഥ അനുഗ്രഹമാണ്. കാരണം ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ സഹോദരനെ സ്നേഹിക്കത്തക്ക രീതിയിൽ അവൻ നമ്മെ വില കൊടുത്തു വാങ്ങിയതാണ് എന്നുള്ള ആ അറിവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആ വീണ്ടെടുപ്പിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെയും ദൈവം നമ്മെ സഹായിക്കട്ടെ.